നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 41 വയസ്സുണ്ട് തിയാഗോ സിൽവക്ക്. ഇപ്പോഴും അദ്ദേഹം യൂറോപ്പിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിന് കൊണ്ടുപോകുമോ? ബ്രസീലിയൻ ദേശീയ ടീമിൽ വേൾഡ് കപ്പിന് തിയാഗോ സിൽവയെ കൊണ്ടുപോകുമോ? ചോദ്യം കാർലോ ആഞ്ചലോട്ടിയോടാണ്. ആഞ്ചലോട്ടിക്ക് ഇനിയിപ്പോൾ തിയാഗോ സിൽവയെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. നന്നായിട്ട് അറിയാവുന്ന കളിക്കാരൻ തന്നെയാണ്. അപ്പോഴാണ് ലേക്യുപ്പിന് അദ്ദേഹം അഭിമുഖം കൊടുക്കുമ്പോൾ ആ ഒരു ചോദ്യം വരുന്നത്, തിയാഗോ സിൽവയെ പരിഗണിക്കുമോ? കൃത്യമായ നിലപാടുണ്ട് കാർലോ ആഞ്ചലോട്ടിക്ക്. ആഞ്ചലോട്ടി പറയുന്നു, ഞാൻ ഒരിക്കലും ഒരു താരത്തിൻ്റെ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയല്ല ടീം എടുക്കാറുള്ളത്. എല്ലാ പ്ലെയേഴ്സിനെയും പരിഗണിക്കുന്നത് അവരുടെ പ്രകടനം വെച്ചാണ്. എല്ലാ പ്ലെയേഴ്സിനും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാനുള്ള അവസരമുണ്ട്. അദ്ദേഹത്തിന് 41 വയസ്സുണ്ടോ? ഇതൊന്നും വിഷയമല്ല. അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രകടനം വെച്ച് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിരിക്കും. ഏജ് ഈസ് ആൻ ഇഷ്യൂ എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ തിയാഗോ സിൽവയുടെ കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി പറയുന്നു. പക്ഷേ നിലവിലൊരു സ്ഥിതിവിശേഷത്തിൽ നമുക്കറിയാം, ബ്രസീലിൻ്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മികച്ച താരങ്ങളുണ്ട്. ഗബ്രിയൽ മെഗല്ലസ് ഉണ്ട്, മാർക്കിഞ്ഞോസ് ഉണ്ട്, ഇപ്പോൾ എതർ മിലിറ്റാവോ ഫിറ്റായി മടങ്ങി എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ കുറേ താരങ്ങളെ കോച്ച് പരിഗണിക്കുന്നുമുണ്ട്. നമ്മളത് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ കണ്ടു. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ തിയാഗോ സിൽവയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യത കുറവാണെന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.